ഹലോ ഗൈസ്, സുഖമല്ലേ എല്ലാവർക്കും? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴയൊക്കെയാണ് കേട്ടോ. കണ്ണേട്ടന് ഇന്ന് നേരത്തെ ഒരു ഓട്ടം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കുറച്ച് വൈകിട്ടാണ് വരും, രാത്രിയൊക്കെ ആവും. അതുകൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റാണ്. പിന്നെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല. കുഞ്ഞിന് നല്ല പനിയായിരുന്നു, ചെറിയ ആൾക്ക്, നമ്മുടെ ശ്രീകുട്ടന് കേട്ടോ. അപ്പം പുറത്ത് നല്ലൊരു മഴ ഒഴിഞ്ഞ് അടുത്ത മഴയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ മക്കൾസ് നല്ല ഉറക്കമാണ് കേട്ടോ. കുഞ്ഞാവയ്ക്ക് പാവം നല്ല പനി ഉണ്ടായിരുന്നു. ഇപ്പോഴും ചെറിയ ടെമ്പറേച്ചറൊക്കെ ഉണ്ട്. എന്നാലും കൈയൊക്കെ അകത്തിട്ടിട്ടാ, ജംസൂട്ടിനെ അകത്തിട്ടിട്ടാട്ടോ കിടന്നിറങ്ങുന്നത്. അങ്ങനെ കുഞ്ഞാവയ്ക്ക് പുതച്ച് കൊടുത്തിട്ട് ഞാൻ വേഗം പോയി കുളിക്കാൻ പോയിട്ടോ. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, ഭയങ്കര തണുപ്പും മഴയാണ്. ഒരാവശ്യമില്ലാതെ ഞാൻ അങ്ങ് കയറി കുളിച്ചു. അല്ലെങ്കിൽ എനിക്ക് എടുത്ത് ചാടി തീരുമാനം എടുക്കൽ ഇത്തിരി കൂടുതലാണ്. അതിന് ഉദാഹരണം ഇനിയിപ്പോൾ പറയണ്ടല്ലോ അല്ലേ, ഉദാഹരണം ദേ മുന്നേ. അങ്ങനെ ഉദാഹരണം അല്ല, അങ്ങനെ എൻ്റെ കണ്ണേട്ടൻ റെഡിയായിട്ട് പോകാനായിട്ട് എനിക്ക് പോക്കറ്റ് മണിയും തന്നുകൊണ്ട് പോവുകയാണ് കേട്ടോ. പോക്കറ്റ് മണി അല്ല, ഇന്ന് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണമായിരുന്നു. അപ്പം അതിനുള്ള ആശം നിന്നിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ കണ്ണേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ അല്ലേ പോകുന്നത്. അപ്പം ഇവർക്കൊന്നും രാവിലെ നേരത്തെ ഫുഡ് കഴിച്ച് അങ്ങോട്ട് ഇറങ്ങൂല. അപ്പോൾ ഒരു ചായ മാത്രം കഴിച്ചിട്ടാണ് പോണത്. ഇനിയിപ്പോൾ പോണ വഴിക്ക് കഴിക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം കണ്ണേടം താഴെ ഇറങ്ങി. അപ്പം ഞാൻ ഇനി എൻ്റെ പണിയിലോട്ട് കിടക്കണം. കാരണം കുട്ടികൾ എണീക്കുമ്പോഴേക്കും എനിക്ക് എൻ്റെ പണികളൊക്കെ തീർത്ത് വെക്കണം. കാരണം ചെറുതിന് വയ്യാത്തത് കൊണ്ട് ഒന്നുകൂടെ ഇന്ന് കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇന്ന് നോക്കിയിട്ട് കണ്ണേടൻ തലേ ദിവസം രാത്രി മീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ലേ, നാടൻ മീനാന്നാണ് പറഞ്ഞത്. അപ്പം അത് എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് ഈ മീൻ. അപ്പോൾ അതിനെ നോക്കി അതിനെ പുറത്തെടുത്ത് വെച്ചിട്ട് ഞാനങ്ങ് കുഞ്ഞുങ്ങളെ നോക്കാൻ വന്നതാണ്. അപ്പോൾ മീൻ കറിയാട്ടോ വയ്ക്കുന്നത്. അപ്പം ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞാവയ്ക്ക് കായക്കുറുക്കല്ല, കോറക്കുറുക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് എന്താ പറയുക, മിക്സ് ചെയ്ത് വെച്ചു. അവൻ എണീറ്റ് ഇനി കയ്യിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഇതങ്ങോട്ട് കുറുക്കുകയല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പണിയിലോട്ട് കിടക്കുവാണ്, ഉള്ളി നേരാക്കൽ. ഇതെന്താണെന്നറിയില്ല, ഉള്ളി ഇനി എന്നാ എനിക്ക് സെറ്റാവുക എന്നറിയത്തില്ല കേട്ടോ. ഉള്ളി നേരാക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ഇറിറ്റേഷനാണ് എനിക്ക്. അങ്ങനെ നമ്മുടെ ചോറെല്ലാം വടികെട്ടി വെച്ചു, അതിനെന്താ വാർത്ത് വെച്ചു എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ആയി, കറിക്ക് വേണ്ടതെന്ന് സെറ്റ് ചെയ്തു. അപ്പോഴേക്കും ഒരാൾ പൊങ്ങിയിട്ടുണ്ട്. ഒരാൾ എണീറ്റ് വന്ന് അടുക്കളയിലോട്ട് വന്നിരുന്ന് എൻ്റെ ക്യാമറയിലോട്ട് ഏറും തന്നിട്ടോ. ഞാനത് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അവന് ചായയെല്ലാം കൊടുത്ത് അവൻ ചായയെല്ലാം കുടിച്ച് അവൻ്റെ അടുത്ത് കുറച്ച് നേരം കളിച്ച് എൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. അതിനൊരു കടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനും എനിക്കൊരു ഏറ് കിട്ടിയായിരുന്നു. പിന്നെ അവന് കുറേ സംശയങ്ങളാണ്. ഡിനോസർ എങ്ങനെ ഭൂമിയിൽ വന്നത്, പിന്നെ ഡിനോസറുകൾ എങ്ങനെ ഭൂമിയിൽ ഇല്ലാതായത്, അങ്ങനെ ഓരോരോ ഡൗട്ട്. അതുവിൻ്റെ സംശയങ്ങൾക്കൊന്നും ഉത്തരം തന്നെ എനിക്ക് ചില സമയത്ത് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ശ്രീകുട്ടൻ എണീക്കുമ്പോഴത്തേനും എനിക്ക് ഭാരിച്ച ജോലികളൊക്കെ തീർത്ത് വെക്കണം. അപ്പം വേഗം ഞാൻ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെച്ചു കേട്ടോ. പിന്നെ അതുവിൻ്റെ ബെഡൊന്ന് മടക്കി വയ്ക്കണമായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് വലിയ പണികളൊന്നുമില്ല. അവൻ നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അവനാൽ പറ്റുന്നതൊക്കെ എനിക്ക് ചെയ്തു തരും. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി വയ്ക്കുക. ഇന്ന് വലിയ പണികളൊന്നുമില്ല, എങ്കിലും കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട് അവൻ എന്നെ ഒത്തിരി പണി ചെയ്യാനൊന്നും അയക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് വേഗം വേഗം ചെയ്യുന്ന കുറച്ച് പണികളാണ്. സ്കൂളില്ലാത്തത് കൊണ്ട് പിന്നെ അതുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കണക്കാണ് കേട്ടോ. കണക്കാന്ന് വെച്ചാൽ അവൻ എണീക്കാൻ തന്നെ ലേറ്റാവും. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ഒരു 10 മണി എന്തായാലും കഴിയും കേട്ടോ. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാലാണ് അതൊക്കെ ഒന്ന് ഓർഡർ ആവത്തുള്ളൂ. അതുപോലെ സ്കൂള് തുറക്കുമ്പോൾ യൂണിഫോം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ എടുക്കാനുണ്ട്. അവനക്ക് ചിലതെല്ലാം ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് തയ്ക്കാൻ കൊടുക്കണം. അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു ജ്യൂസ് ഗ്ലാസിൻ്റെ സെറ്റും പിന്നെ ടീ കപ്പിൻ്റെ സെറ്റുമാണ് കേട്ടോ. ജ്യൂസ് ഗ്ലാസ് നമ്മുടെ ഗ്ലാസ് അല്ല, അതൊരു എന്താ പറയുക, ഫൈബറോ പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തൊക്കെയാണ്, പൊട്ടത്തില്ല. എനിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ, അതായത് കുഞ്ഞുങ്ങളെല്ലാം ചെറുതായതുകൊണ്ട് തന്നെ ഇതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ. കാര്യം പൊട്ടത്തില്ലല്ലോ നിലത്ത് വീണാലേ, കണ്ടാലൊരു ഗ്ലാസിൻ്റെ ലുക്കും ഉണ്ട്. അപ്പം ഇത് ഒരു 12 പീസായിരുന്നു കേട്ടോ. 12 പീസിന് 200 രൂപയുടെ ഉള്ളിലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ടീ കപ്പായിരുന്നു കേട്ടോ. അയ്യോ, അത് എടുക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. കാരണം അത് സെറാമിക്കിൻ്റെ ആണ്. അതിന്
300 രൂപയുടെ ഉള്ളിൽ 260 അങ്ങനെ എന്തോ ആയിരുന്നു. ഇത് രണ്ടും ഞാൻ മീഷോ നിന്നാട്ടോ വാങ്ങിച്ചേ. കുറേ ആയി ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കയ്യിലുള്ള ടീ കപ്പ് എല്ലാം പൊട്ടിപ്പോയി. അപ്പം ഇതുപോലെ വാങ്ങിക്കണമെന്ന് കുറച്ചായി വിചാരിക്കും. ഇതിൻ്റെ മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഡിസൈനൊക്കെ ഭയങ്കര നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പം അങ്ങനെ ഇത് 6 എണ്ണമായിരുന്നു കേട്ടോ. 6 എണ്ണമുള്ള സെറ്റായിരുന്നു. ഇതെനിക്ക് വർത്തായിട്ട് തോന്നി. കാരണം റേറ്റ് എല്ലാം നല്ല കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നേയുള്ളൂ കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ചെറിയ കുഞ്ഞാവ എണീറ്റു. പനി ആയതുകൊണ്ട് എണീക്കുമ്പോൾ ഉള്ളൊരു ആ ചിരി ഇന്നില്ലായിരുന്നു. അപ്പം ഇന്ന് കുറച്ചിങ്ങനെ മൂഡ് ഓഫ് ആയിട്ടാണ് എണീറ്റ്. എനിക്ക് സാധാരണയായിട്ട് മഴ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് വയ്യാതാവുന്ന ഒരു സമയമുണ്ടല്ലോ, അത് ആ സമയത്ത് കണ്ണേട്ടൻ കൂടെ ഇല്ലാതിരിക്കും കേട്ടോ. കണ്ണേട്ടൻ എങ്ങോട്ടെങ്കിലും ലോങ് പോകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് വയ്യാതാവുക. അപ്പം പെയ്യുന്ന മഴയ്ക്ക് എനിക്ക് ഭയങ്കര മനസ്സിനൊരു ഭാരം തോന്നും കേട്ടോ. ഭയങ്കര ടെൻഷനൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഇന്ന് ഇതേപോലെ നല്ല ഇരുട്ട് കൂടിയിട്ടുള്ള മഴ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിന് വേഗം അവനെ കയ്യിലിരുത്തിയിട്ടാണ് ഞാൻ കുറുക്കെല്ലാം കുറുക്കി. അതിനൊപ്പം തന്നെ നമ്മുടെ കറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറുക്കി അത് ആറാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ആൾ ഭയങ്കര സാഡായിരുന്നു. അതാ ഭയങ്കര പ്രശ്നം. അപ്പോൾ അവൻ ഭയങ്കര സാഡ് തന്നെയായിരുന്നു. അങ്ങനെ കുറുക്ക് കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ആൾ കുറച്ച് ഉഷാറൊക്കെ ആയി കേട്ടോ. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ കറിയൊക്കെ ആയി. ഓൾമോസ്റ്റ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. കുഞ്ഞുങ്ങൾക്ക് കഞ്ഞിയാണ് കൊടുത്തത്. അതായത് അതുവിന് കഞ്ഞിയാണ് കൊടുത്തത്. പിന്നെ കണ്ണേട്ടൻ കഴിക്കാതെ പോയി. ഞാനും ഒന്നും ആ സമയത്തൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം മക്കൾക്ക് വയ്യാതായ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഒരു ചായയിൽ തന്നെ ഒതുക്കി. അപ്പോൾ ഇന്ന് ഒരു ഹൗസ് വാമിംഗ് ഉണ്ട് കേട്ടോ. കണ്ണൻ, അതായത് നമ്മുടെ ഫാമിലിയിൽ കണ്ണൻ്റെ ചേട്ടനായിട്ട് വരും. അപ്പോൾ ചേട്ടൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ കണ്ണേട്ടൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പോവാതിരിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു പോകുന്നില്ല, പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വേഗം ഒരു ഓട്ടോ പിടിച്ച് പോയി കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ഒരു ചമ്മലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ഷോർട്ടായിട്ട് എടുത്തു. പിന്നെ കുഞ്ഞ് കയ്യിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പം ചെറിയ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ. ഫുള്ളായിട്ടൊന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ വേഗം പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോന്നു കേട്ടോ. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പിന്നൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ, സീ യു.